KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ കടുത്ത വരൾച്ച നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം. സൂര്യാഘാതം സംസ്ഥാനത്ത് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു. തൊഴിൽ സമയം ഇനി രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ. തീഹാർ ജയിലിലെ 30 തടവുകാർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി. കൊട്ടപ്പുറം സംവാദം 30ാം വാർഷിക സമ്മേളനം മെയ് 1-2 തീയതികളിൽ കൊട്ടപ്പുറത്ത്. സമരമാണ് ജീവിതം SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനം പന്തലിന് കാൽനാട്ടി. സമ്മേളന പന്തൽ ഒരുങ്ങുന്നത് 10 ഏക്കർ സ്ഥലത്ത്. തിരുകേശ വിവാദത്തിൽ ചേളാരി സമസ്തയുമായി ലീഗ് അനുരജ്ഞനത്തിന് വ്യാഴാഴ്ച നടത്താനിരുന്ന സമസ്ത മുഷാവറ മാറ്റിവെച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന കടുത്ത വരൾച്ച നേരിടുന്നതിൽ സർക്കാരിന് പരാജയമാണെന്ന് പ്രതിപക്ഷം. സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ വരൾച്ച ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് പ്രതിപക്ഷം സർക്കാരിനെ നിശിതമായി വിമർശിച്ചത്. CPM-ലെ M ചന്ദ്രൻ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് രൂക്ഷമായ വരൾച്ചയാണ് നേരിടുന്നത്. പക്ഷിമൃഗാദികൾ ചത്തൊടുങ്ങുന്നു. കാർഷിക മേഖലയിൽ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. ശുദ്ധജല ലഭ്യതയില്ലാതാകുന്നു. തുടങ്ങി അതീവ ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ സർക്കാർ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഉള്ള വെള്ളം പോലും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സെപ്റ്റംബറിൽ തന്നെ 4 ജില്ലകൾ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതിന് പരിഹാര നടപടികളൊന്നും സർക്കാർ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വരൾച്ച ദുരിതാശ്വാസത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ 25% പോലും സർക്കാർ നടപ്പാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് വരൾച്ച മോണിറ്ററിംഗ് സെൽ ഉണ്ടോയെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. ഈ വർഷത്തെ കാർഷിക കടങ്ങൾ എഴുതി തള്ളണമെന്നും ജൈവകൃഷിയിലേക്ക് മടങ്ങിപ്പോകണമെന്നും ആവശ്യമുയർന്നു. ഭരണപക്ഷത്തുനിന്ന് സംസാരിച്ചവരും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ വേണമെന്ന് നിർദ്ദേശിച്ചു. വരൾച്ച നേരിടാൻ കൂടുതൽ കേന്ദ്ര സഹായത്തിന് ശ്രമിക്കുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് സഭയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സൂര്യാഘാതവും കൊടുംചൂടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമം അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയായിരിക്കും പുതുക്കിയ സമയം. ഈ മാസം 30 വരെയാണ് പുതിയ ക്രമീകരണം. വരൾച്ചയെക്കുറിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൊഴിൽ സമയത്തിലെ പുനഃക്രമീകരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുത്തി ഉത്തരവിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയാണ് അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നത്. വിവിധ ജില്ലകളിലായി 3 ദിവസത്തിനുള്ളിൽ 6 പേർക്ക് സൂര്യാഘാതമേറ്റിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൂട് ഏറ്റവും കൂടുന്ന സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമം നൽകാൻ തീരുമാനിച്ചത്. കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്കാണ് നിർദ്ദേശം പ്രധാനമായും ബാധകമാക്കുക. വരൾച്ചാ കോടതികളെക്കുറിച്ചുള്ള ചർച്ചയിൽ VD സതീശൻ MLA-യാണ് തൊഴിൽ സമയം പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. തീഹാർ ജയിലിലെ 30 തടവുകാർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിച്ചു. 15 കമ്പനികൾ നടത്തിയ അഭിമുഖ പരീക്ഷയിലാണ് തീഹാർ 3-ാം നമ്പർ ജയിലിലെ 30ഓളം തടവുകാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം നല്ല സ്വഭാവമുള്ളവരാണെന്നും 5-6 മാസം കൊണ്ട് ജയിൽ മോചിതരാവുമെന്നും ജയിൽ വക്താവ് സുനിൽ ഗുപ്ത അറിയിച്ചു. 30 കമ്പനികളെയാണ് ക്യാമ്പസ് സെലക്ഷന് ക്ഷണിച്ചതെങ്കിലും 15 കമ്പനികളാണ് പങ്കെടുത്തതെന്നും ഗുപ്ത പറഞ്ഞു. സെയിൽസ് എക്സിക്യൂട്ടീവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ഇതിൽ 35-കാരനായ അക്ഷയ് ചൌഹാന് 3 ലക്ഷവും 30-കാരനായ സുശീൽ ഗുപ്തക്ക് 2.5 ലക്ഷവും വാർഷിക ശമ്പളമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2012-ൽ തീഹാർ ജയിലിൽ 142 പേർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിച്ചിരുന്നു. ജയിലിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2010-ലാണ് ജയിലിൽ ക്യാമ്പസ് സെലക്ഷൻ നടത്താൻ തുടങ്ങിയത്. തീഹാർ ജയിലിൽ 12,000 തടവുകാരാണുള്ളത്.
റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ എത്തുന്നത് മലപ്പുറത്തു നിന്നാണ്. പ്രതി പൊറാട്ട. മലപ്പുറത്തിന്റെ ഭക്ഷണശീലങ്ങളാണ് പൊറാട്ടയെ വില്ലനാക്കിയത്. നാരുകൾ ഒട്ടുമില്ലാത്ത വയറിലെത്തിയാൽ ദഹിക്കാൻ ഏറെ സമയമെടുക്കുന്ന പൊറാട്ടയും വിനാശകാരികളായ സംയുക്തങ്ങൾ ഏറെയുള്ള പോത്തിറച്ചിയും കൂടിയായപ്പോൾ ആമാശയത്തിൽ രോഗസാധ്യത ഏറി. മൃഗക്കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണം വൻകുടലിലും സ്തനങ്ങളിലും അർബുദത്തിന് വഴിവെച്ചു. പലതവണ ഉപയോഗിച്ച എണ്ണയിൽ മാംസം പൊരിക്കുമ്പോഴുണ്ടാകുന്ന ബെൻസ്പൈറിൻ എന്ന രാസവസ്തു കോശങ്ങളുടെ ജനിതക ഘടന വരെ മാറ്റിയാണ് അർബുദ കാരണമാകുന്നത്. റീജിയണൽ ക്യാൻസർ സെന്ററാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗൾഫ് വാർത്തകൾ. ഇറാനിലും ഗൾഫ് മേഖലയിലും ഇന്നലെയുണ്ടായ ഭൂചലനം ദമ്മാമിലും കോബാറിലും ജുബൈലിലും അനുഭവപ്പെട്ടു. ഉച്ചതിരിഞ്ഞ് 3 ഭൂചലനം ആളുകളെ ഭീതിയിലാഴ്ത്തി. അപ്രതീക്ഷിതമായി കെട്ടിടങ്ങളിൽ വിറയൽ അനുഭവപ്പെട്ടതോടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജനം പരിഭ്രാന്തരായി പുറത്തേക്ക് പാഞ്ഞു. ഉയരമുള്ള കെട്ടിടങ്ങളിൽ ജോലി ചെയ്തവർക്കാണ് ഭൂചലനം കൂടുതൽ അനുഭവപ്പെട്ടത്. ഓഫീസുകളിൽ ജോലി തിരക്കുകളിലും വീടുകളിൽ ഉച്ചമയക്കത്തിലും ആയിരുന്ന പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നുവെന്ന് തോന്നിയതോടെ ആളുകൾ കെട്ടിടം വിട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. പുറത്തെത്തിയപ്പോഴാണ് സമാന അനുഭവമുള്ളവർ വിവിധ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തെത്തിയത് അറിയുന്നത്. ആളുകൾ റോഡുകളിൽ കൂടി നിന്നതോടെ അല്പനേരത്തേക്ക് ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. 1 വർഷം മുമ്പും ദമ്മാമിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ശക്തമായിരുന്നു ഇന്നലത്തേതെന്ന് അനുഭവസ്ഥർ പറഞ്ഞു. ഉച്ചക്ക് 2:52 കോബാറിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ചലനം അനുഭവപ്പെട്ടു. ഇന്നത്തെ സ്വർണവില പവന് 80 രൂപ കൂടി 22,040 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് വർദ്ധിച്ചത്. 2,755 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അന്താരാഷ്ട്ര വിപണിയിലെ വില വ്യത്യാസമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മദദേ മദീന മധുസ്നേഹ സുന മദദേ മദീന മധുസ്നേഹ സുന മലരിൻ മൃദുശീതവന മഹബൂബ് മയന്നുമന മദദേ മദീന മധുസ്നേഹ സുന മദദേ മദീന മധുസ്നേഹ സുന മലരിൻ മൃദുശീതവന महबूब मयन्नुमना मददे मदीना मददे मदीना मददे मदीना मददे मदीना मददे मदीना മധുസ്നേഹ സുന മദദേ മദീന മധുസ്നേഹ സുന മലരിൻ മൃദുശീതവന. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നവീനവാദികൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ കൊട്ടപ്പുറം സംവാദത്തിന്റെ 30ാം വാർഷികം വിപുലമായി ആചരിക്കുന്നു. 30ാം വാർഷിക സമ്മേളനം മെയ് 2, 3 തീയതികളിൽ കൊട്ടപ്പുറത്ത് നടക്കും. തൗഹീദ് അജഞ്ചലമാണ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ആദർശ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് കൊട്ടപ്പുറം സംവാദ വാർഷികവും സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ വിജയത്തിനായി സയ്യിദ് മുഹമ്മദ് തുറാബ് അസ്-സഖാഫി ചെയർമാനും PKM സഖാഫി ഇരിങ്ങലൂർ ജനറൽ കൺവീനറും T അബ്ദുൽ അസീസ് ഹാജി ട്രഷററുമായി 313 അംഗ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ബൈത്തുൽ ഇസ്സ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന PP ഉസ്താദ് അനുസ്മരണവും ആണ്ട് നേർച്ചയും ഈ മാസം 22 മുതൽ 25 വരെ നരിക്കുനിയിൽ നടക്കും. 22, 23 തീയതികളിൽ മതപ്രഭാഷണം, 24 രാവിലെ 9 മുതൽ അനുസ്മരണ സമ്മേളനം, ഖത്തം ദുആ, ദിക്ർ ദുആ സമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, PMS തങ്ങൾ, സയ്യിദ് അബ്ദുസബൂർ ബാഹസൻ അവേലം, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. 25-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിക്കും. സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ, MK രാഘവൻ MP, VM ഉമർ മാസ്റ്റർ MLA, PTR റഹീം MLA, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, C മുഹമ്മദ് ഫൈലി തുടങ്ങിയവർ സംസാരിക്കും. മതപ്രഭാഷണ വേദിയിൽ റഹ്മത്തുള്ള സഖാഫി എളമരം, ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത്, മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, അലവി സഖാഫി കായലം തുടങ്ങിയവർ സംസാരിക്കും. സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ വാർഷിക ജനറൽ ബോഡി നാളെ ഉച്ചക്ക് 2 മണിക്ക് സമസ്ത ഇസ്ലാമിക് സെന്ററിൽ ചേരും. ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചു.
വില്യാപ്പള്ളി സുന്നി സെന്ററിൽ നാളെ മഗ്‌രിബ് നിസ്കാരാനന്തരം റിഫായി അനുസ്മരണവും നാരിയത്തു സ്വലാത്തും നടക്കും. VPM ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷത വഹിക്കും. TA റഷീദ് മുസ്ലിയാർ പ്രഭാഷണം നടത്തും. പ്രമുഖർ സംബന്ധിക്കും. പുതുപ്പാടിയിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച് മർക്കസ് നോളജ് സിറ്റി സ്ഥാപിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഈങ്ങാപ്പുഴയിൽ സ്വീകരണം നൽകി. ഈങ്ങാപ്പുഴ ടൗൺ സുന്നി മസ്ജിദിന് സമീപം CM വലുല്ലാഹി നഗറിൽ നടന്ന സ്വീകരണ യോഗം MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്തു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സുന്നി കോർഡിനേഷൻ ഉപഹാരം MI ഷാനവാസും SJM ഉപഹാരം MPS തങ്ങളും വിവിധ മഹല്ലുകളുടെ ഉപഹാരം മഹല്ല് പ്രതിനിധികളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന വേദിയിൽ നിസ്വാർത്ഥ സേവനവുമായി പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന മാതൃകാ വ്യക്തിത്വമാണ് പാണക്കാട് സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു. രണ്ടാമത് ഉറൂസിന്റെ ഭാഗമായി പാണക്കാട് സംഘടിപ്പിച്ച അനുസ്മരണ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാവിലെ പാണക്കാട് മക്കാമിൽ നടന്ന സമൂഹ സിയാറത്തിന് സുലൈമാൻ മുസ്ലിയാർ നേതൃത്വം നൽകി. PKS തങ്ങൾ തലപ്പാറ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുഹാജി വേങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സംഗമത്തിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് ഹബീബ് കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ തിരൂർക്കാട്, പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹസനുൽ അഹദൽ, സയ്യിദ് മുഹമ്മദ് കോയ ജമലുലൈലി, വലത്തൂർ ബാബ മുസ്ലിയാർ, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, OK അബ്ദുള്ളക്കുട്ടി മഖ്ദൂമി, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. SSF 40ാം വാർഷിക വിശേഷങ്ങൾ. വികലമാക്കിയ വിശ്വാസത്തെ വിളക്കി കാച്ചി മിനുക്കിയെടുക്കാൻ പ്രതിജ്ഞയോടെ പ്രവൃത്തിയോടെ വന്നിത നവശക്തി. ജയ ഹേ SSF ജിന്ദാബാദ്, ജയ ഹേ SSF ജിന്ദാബാദ്. ദുർനയങ്ങൾ മാറ്റിയെടുക്കാൻ. സമരമാണ് ജീവിതമെന്ന ശീർഷകത്തിൽ ഈ മാസം 26, 27, 28 തീയതികളിൽ നടക്കുന്ന SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ പന്തലിന് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ റിസാല സ്ക്വയറിൽ കാൽ നാട്ടി. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ഭാരവാഹികളായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N അലി അബ്ദുള്ള, മുഹമ്മദ് സഖാഫി, PKM സഖാഫി ഇരിങ്ങല്ലൂർ, A മുഹമ്മദ് പറവൂർ, RP ഹുസൈൻ മാസ്റ്റർ, M മുഹമ്മദ് സ്വാദിഖ്, A അഹമ്മദ് കുട്ടി ഹാജി, VH അലി ദാരിമി, T ഹാഷിം തങ്ങൾ, MP അബ്ദുൽ ജബ്ബാർ സഖാഫി, V അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, K അബ്ദുൽ കലാം മാവൂർ തുടങ്ങി സമസ്ത SSF, SYS, SJM, SMA നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. 10 ഏക്കർ വിസ്തൃതമായ സ്ഥലത്താണ് സമ്മേളന പന്തൽ ഒരുങ്ങുന്നത്. ജയ ഹേ SSF ജിന്ദാബാദ്, ജയ ഹേ SSF ജിന്ദാബാദ്. SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളന പ്രചാരണാർത്ഥം നരിക്കുനി സെക്ടർ മൂർഖൻകുണ്ടിൽ കൊടിയേറ്റം സംഘടിപ്പിച്ചു. SYS നരിക്കുനി സർക്കിൾ സെക്രട്ടറി NN അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഹാഫിൽ അബ്ദുൽ ഹസീബ് സഖാഫി അധ്യക്ഷത വഹിച്ചു. KK ഫസൽ, സ്വാദിഖ് സഖാഫി, നാസർ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടഞ്ചേരി സർക്കിളിലെ വേഞ്ചേരി യൂണിറ്റിൽ സ്ഥാപിച്ച SSF സമ്മേളന പ്രചാരണ ബോർഡും കൊടിമരവും സാമൂഹിക ദ്രോഹികൾ നശിപ്പിച്ചു. ഇതിൽ കോടഞ്ചേരി സർക്കിൾ SYS ശക്തമായി പ്രതിഷേധിച്ചു. കുറ്റവാളികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് അധികൃതരോട് യോഗം ആവശ്യപ്പെട്ടു. സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം ഹീനപ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് PTM ഹംസ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. SSF 40ാം വാർഷികത്തോടനുബന്ധിച്ച് താമരശ്ശേരി സെക്ടർ കമ്മിറ്റി പരപ്പംപൊയിലിൽ സ്ഥാപിച്ച കൊടിമരങ്ങൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു സംഭവം. പരപ്പൻപൊയിൽ മേഖലയിൽ സുന്നി സംഘടനകളുടെ പ്രചാരണ ബോർഡുകളും കൊടിമരങ്ങളും നിരന്തരമായി നശിപ്പിക്കുന്ന സംഭവത്തിൽ സെക്ടർ കമ്മിറ്റി പ്രതിഷേധിച്ചു. NV അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു.
സുന്നി പ്രവർത്തകരെ മർദ്ദിക്കുകയും സമ്മേളന പ്രചാരണ ബോർഡുകളും കൊടിമരങ്ങളും നശിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹിക ദ്രോഹികളുടെ പ്രവർത്തനത്തെ കൊടുവള്ളി യൂണിറ്റ് SYS-SSF സംയുക്ത യോഗം അപലപിച്ചു. സുന്നി പ്രസ്ഥാനത്തെ അക്രമം കൊണ്ട് തളർത്താൻ സാധ്യമല്ല. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്ന ശൈലി സുന്നികൾക്കില്ല. ഈയൊരു നിലപാട് ഭീരുത്വമായി വിലയിരുത്തേണ്ടതില്ലെന്നും എതിരാളികൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. നാസർ സഖാഫി, മഅബദ് സഅദി, അബൂബക്കർ ഹാജി, TK സലാം ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. മാവൂർ മഹല്ലറ മുഹിമാത്തുൽ മുസ്ലിമീൻ മദ്രസ യൂണിറ്റ് SBS വിദ്യാർത്ഥികൾ SSFന്റെ 40ാം വാർഷിക വിളംബരം അറിയിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടം പ്രകടനം നടത്തി. 40 വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. അസ്ഹർ സഖാഫി, ഫുലൈൽ സഖാഫി, SBS സെക്രട്ടറി ഹംസത്തുലിബാൻ സൈഫുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുകേശ വിവാദത്തിൽ ചേളാരി സമസ്തയുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നു. ചേളാരി സമസ്തയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തിരഞ്ഞെടുത്ത 10-അംഗ പ്രതിനിധി സംഘവുമായി ഏപ്രിൽ 14-ന് പാണക്കാട്ടാണ് ചർച്ച നടക്കുക. ലീഗിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങൾ, അഖിലേന്ത്യാ ട്രഷറർ PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുൾപ്പെടെ 10 നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും. തിരുകേശ വിവാദത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച സാഹചര്യത്തിൽ സർക്കാരിനെതിരെ സമസ്ത SK വിഭാഗം പ്രത്യക്ഷ സമരത്തിനിറങ്ങിയതാണ് ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മലപ്പുറത്ത് മാർച്ച് 30-ന് നടന്ന മുസ്ലിം ലീഗ് നേതൃയോഗം തിരുകേശ വിവാദം ചർച്ച ചെയ്തിരുന്നു. തിരുകേശ വിവാദം മുഖവിലക്ക് എടുക്കേണ്ടതില്ല എന്നായിരുന്നു അന്ന് മുസ്ലിം ലീഗ് തീരുമാനമെടുത്തത്. ലീഗ് ചർച്ചയ്ക്ക് തയ്യാറായ സാഹചര്യത്തിൽ വ്യാഴാഴ്ച കോഴിക്കോട് ചേരാനിരുന്ന ചേളാരി സമസ്ത മുഷാവറ യോഗം മാറ്റിവെച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ കടുത്ത വരൾച്ച നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം. സൂര്യാഘാതം, സംസ്ഥാനത്ത് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു. തൊഴിൽ സമയം ഇനി രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ. തീഹാർ ജയിലിലെ 30 തടവുകാർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി. കൊട്ടപ്പുറം സംവാദം 30ാം വാർഷിക സമ്മേളനം മെയ് 1-2 തീയതികളിൽ കൊട്ടപ്പുറത്ത്. തിരുകേശ വിവാദത്തിൽ ചേളാരി സമസ്തയുമായി ലീഗ് അനുരജ്ഞനത്തിന് വ്യാഴാഴ്ച നടത്താനിരുന്ന സമസ്ത മുഷാവറ മാറ്റിവെച്ചു. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, www.sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.